നമസ്കാരം. നല്ല ഉറക്കം ഇതാരാണ് ആഗ്രഹിക്കാത്തല്ലേ? പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നല്ല ഉറക്കം കിട്ടാറില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ, മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, അതുപോലെ സ്ട്രെസ്സ്, സ്ട്രെയിന്, പിന്നെ ജോലിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നല്ല ഉറക്കം കിട്ടാറില്ല അല്ലേ? നമ്മുടെ നല്ല ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. മറവി, ഹോർമോണൽ ഇംബാലൻസസ്, വെയ്റ്റ് ഗെയിൻ, ഇതെല്ലാം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉള്ള സമയത്ത് നന്നായിട്ട് ഒരു ക്വാളിറ്റി സ്ലീപ്പ് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആദ്യത്തെ ഒരു 6 മണിക്കൂർ ഉറക്കത്തിലെ ഫസ്റ്റ് ഒരു സൈക്കിളാണ് 6 മണിക്കൂർ. അറ്റ്ലീസ്റ്റ് 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് കാപ്പി, ചായ എന്നിവ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുടിക്കുന്ന ഒഴിവാക്കുക. ഒരു 6 മണിക്കൂർ മുമ്പ് മാത്രമേ കാപ്പി കുടിക്കാവുള്ളൂ. അത് ഉറക്കത്തിനെ അത് ഒത്തിരി ബാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. അതുപോലെ ഉറങ്ങുമ്പോൾ നന്നായിട്ട് നല്ല ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക. അതുപോലെ നല്ല വീഡിയോസ് ആണെങ്കിലും കേട്ടുകൊണ്ട് കിടന്നുറങ്ങുക. അന്നേരം പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അതുപോലെ ചെറിയ സ്ട്രെച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ നൈറ്റ് ഷിഫ്റ്റും അങ്ങനെയുള്ളവർ ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ പകൽ ഒരു നൈറ്റ് കിടന്നുറങ്ങുന്ന പോലെ നല്ല ഇരുട്ടുള്ള ഒരു മുറി സെറ്റ് ചെയ്ത് അങ്ങനെ ആ ഇരുട്ടുള്ള മുറിയിൽ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ സ്ലീപ്പ് ആപ്നിയ ഉള്ളവർ, അതുപോലെ തന്നെ കൂർക്കം വലി, ഇതൊക്കെ ആരോഗ്യ പ്രശ്നം ഉള്ളവർക്ക് തന്നെയാണത് ഉണ്ടാകുന്നത്. ഈ ആരോഗ്യ പ്രശ്നം കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കുക. ഇവിടെയുള്ള ഈ ഫാറ്റ് പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഈ കംപ്രഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഓക്സിജൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നതും സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകുന്നതും അതുപോലെ കൂർക്കം വലിയും. അപ്പോൾ അത് വെയ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.